അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും വിവരിച്ചു തന്നിട്ടുള്ള ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ, അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊന്നും വിശ്വസിക്കാതിരിക്കുകയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതു പ്രകാരം നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. അത്തരം ആളുകൾ ഒരിക്കലും നമ്മളെ എത്ര തന്നെ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാലും അവർ സന്മാർഗത്തിലേക്ക് വരില്ല എന്നുള്ളതാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഈ ഒരു അവസ്ഥയിൽ അവരിങ്ങനെ തുടർന്നു പോകുന്ന സമയത്ത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. അവരുടെ മനസ്സ്, അതുപോലെ തന്നെ അവരുടെ കാതുകൾ, അവരുടെ കണ്ണ്, ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ര ചെയ്യും, സീൽ ചെയ്യും. അതോടുകൂടെ ഒരിക്കലും അവർക്ക് നന്മ കേൾക്കാൻ കഴിയില്ല, നന്മ കാണാൻ കഴിയില്ല, നന്മ മനസ്സിലാക്കാൻ, ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. അവർ തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തി വെച്ചത്. കാരണം അവരോട് നന്മ പറയുന്ന സമയത്ത് അവരത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ആ ഒരു കാര്യത്തിന്റെ, അങ്ങനെ ചെയ്തതിന്റെ ഒരു ശീലത്തിന്റെ ഫലമായിട്ട് അവർ ഇങ്ങനെ ആയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊട്ടടുത്ത ആയത്തുകളിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون. ഈ വിഭാഗം ആളുകളുടെ മനസ്സിൽ ഒരു പ്രത്യേകതരം രോഗമുണ്ട് എന്നാണ് പറയുന്നത്. ഈ രോഗം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് ഹൃദയത്തിന് ചെമ്പൊക്കെ ക്ലാവ് പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിക്കുന്ന പോലെ ഒരു പ്രത്യേകതരം രോഗം വന്ന ആളുകൾ, അതൊരിക്കലും മാറുകയില്ല. അവർക്ക് അതിൽ നിന്ന് മാറാൻ കഴിയുകയില്ല. അവർ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കാത്തത് കൊണ്ട് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്കി തീർത്തു എന്നുള്ളതാണ്. ഇപ്പൊ അബൂലഹബിന്റെ കാര്യമൊക്കെ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ആര് നല്ല കാര്യം ചെയ്താലും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂലഹബ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെയായി മാറി. അവസാനം വരെ അദ്ദേഹം വിശ്വസിക്കാതെ അങ്ങനെയായി മാറി. ഫിറോവിനെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, നമ്രൂദിനെ ഉദാഹരണമായിട്ട് പറയാം, അബൂജഹലിനെ ഉദാഹരണമായിട്ട് പറയാം. ഒരുപാട് ആളുകൾ. അതിലെല്ലാം നമുക്ക് കുറച്ച് മുമ്പുള്ളത് എന്നുള്ള രീതിയിലാണ് നമുക്ക് അവരെയൊക്കെ പറയാൻ പറ്റുന്നത്. തൊട്ടടുത്ത അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് കുഫറിൽ മരണപ്പെട്ടു പോയതായിട്ട് കാണാം. നന്മയോട് സമരം ചെയ്ത്, അല്ലെങ്കിൽ നന്മയോട് വല്ലാത്ത രീതിയിലുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നന്മ ചെയ്യുന്ന ആളുകളെ നിഷ്ഠൂരം കൊലപാതകം നടത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നന്മ ഉൾക്കൊള്ളാൻ കഴിയാതെ, അല്ലെങ്കിൽ സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയത്, അടുത്ത കാലത്തൊക്കെ മരിച്ചു പോയതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇത്തരം ആളുകളെ കുറിച്ച് അവരുടെ മനസ്സ് ആ ഒരു രോഗമാണത്. ആ രോഗം, അതിൽ നിന്ന് അവർക്ക് മോചനം ഉണ്ടാവില്ല. അതിലങ്ങനെ അവർ മുന്നോട്ട് പോകും. അവരോട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക? ഞങ്ങൾ സന്മാർഗികളായ ആളുകളാണ്, ഞങ്ങൾ സദ്വൃദ്ധരായിട്ടുള്ള ആളുകളാണ്, ഞങ്ങൾ നല്ല ആളുകളാണ് എന്ന് അവർ പറയും. എന്നാൽ ശരിക്കെന്താണ്? അവര് സദ്വൃദ്ധരായിട്ടുള്ള ആളുകളല്ല, അവർ നല്ല ആളുകളല്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നു. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശൂറൂൻ. അവര് മുഫ്സിദീങ്ങളാണ്. അവര് നാട്ടിൽ എല്ലാ രീതിയിലുള്ള ഫസാദും എല്ലാ രീതിയിലുള്ള ദുൽമും ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നന്മ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തൊരു മനസ്സാണ് നമ്മളുടേതെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് തിരിച്ചറിഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ശീലമായി കഴിഞ്ഞാൽ പടച്ചവൻ തന്നെ നമ്മളെ തിന്മയിലേക്ക് അങ്ങ് നടത്തും. പിന്നെ തിന്മയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നന്മ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നന്മയുടെ ഒരു തിരി നമ്മുടെ ഉള്ളിൽ എപ്പോഴും കത്തിച്ചു വെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കേൾക്കുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാത്ത, അത് ഒരിക്കലും അംഗീകരിക്കാത്ത ഒരവസ്ഥയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, സന്മാർഗം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ എപ്പോഴും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.